പ്പെട്ടവരെ, പീസ് ബി അപ്പോൺ യു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത നീറ്റ് പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ നീറ്റ് കോച്ചിങ് സെൻറ്ററുകൾ ഇന്ത്യയിൽ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഒരു സമാന്തര വിദ്യാഭ്യാസ സംവിധാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വമ്പൻ വ്യവസായത്തിൻ്റെ മൂല്യം ഏതാണ്ട് 58,000 കോടി രൂപ, അതായത് ഏകദേശം 7 ബില്യൺ രൂപ കവിഞ്ഞിരിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അനേകം ശൃംഖലകളുള്ള വൻകിട കോച്ചിങ് സ്ഥാപനങ്ങൾ മുതൽ പ്രാദേശികമായി ഒരു ബ്രാഞ്ച് മാത്രമുള്ള ചെറുകിട സെൻറ്ററുകളുടെയും അധ്യാപകരുടെ സ്വകാര്യ സംരംഭങ്ങളുടെയും പിന്നെ വിദേശ രാജ്യങ്ങളിലുള്ള സെൻറ്ററുകളുടെയും ഒക്കെ വാർഷിക വരുമാനം കൂടി കൂട്ടിയാൽ ഏതാണ്ട് 75,000 കോടിയിലധികം രൂപയുടെ ടേൺ ഓവർ ഉള്ള ഒരു വലിയ ബിസിനസ്സായിട്ട് നീറ്റ് കോച്ചിങ് രംഗം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. 2028 ആകുമ്പോഴേക്കും ഈ ബിസിനസ് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപ കവിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നീറ്റ് പരീക്ഷാ കോച്ചിങ്ങിൻ്റെ ഫീസും താരതമ്യേന വളരെ അധികമാണ്. പ്രീമിയർ കോച്ചിങ് സെൻറ്ററുകളുണ്ട് രാജ്യത്ത്. അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്ലാസ് റൂം കോച്ചിങ് പ്രോഗ്രാമുകൾക്കുള്ള വാർഷിക ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഏതാണ്ട് 1 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെ വരും. അത് സെൻറ്ററിൻ്റെ ഈ സ്ഥാപനങ്ങളുടെ പേര് ഗുഡ്വിൽ അനുസരിച്ചിരിക്കും. പ്രാദേശിക കോച്ചിങ് സെൻറ്ററുകളിൽ ഈ ഫീസ് അല്പം കുറവുണ്ടാവുമായിരിക്കും. ഭക്ഷണം, ഹോസ്റ്റൽ, താമസം, പഠന സാമഗ്രികൾ എന്നിവയ്ക്കുള്ള പ്രത്യേക ചിലവ് അത് വേറെ ഉണ്ടാവും കേട്ടോ. അത് ഇതിൽ ഉൾപ്പെടില്ല, ഈ ഫീസിൽ ഉൾപ്പെടില്ല. ഈ രംഗത്തെ വമ്പൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വളരെ സംഘടിതമായി ഫ്രാഞ്ചൈസി മോഡലുകൾ ഉണ്ടാക്കി പിന്നെ വലിയ ശമ്പള പാക്കേജുള്ള അതിമിടുക്കരായ അധ്യാപകരൊക്കെ പല സ്ഥലത്തുനിന്നും പിക്ക് ചെയ്ത് വിലക്കെടുത്ത് 100 കണക്കിന് കോടി രൂപയുടെ വാർഷിക വരുമാനമാണ് ഉണ്ടാക്കുന്നത്. രാജസ്ഥാനിലെ കോട്ട എന്നൊരു കൊച്ചു മുനിസിപ്പൽ പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ പട്ടണം നിലനിൽക്കുന്നത് തന്നെ എൻട്രൻസ് കോച്ചിങ് കേന്ദ്രങ്ങൾ കൊണ്ടാണ്. ഇവിടെ മാത്രം ഏതാണ്ട് പ്രതിവർഷം 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എൻട്രൻസ് കോച്ചിങ്ങിനായി അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ കോട്ട എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ. ഈ പട്ടണത്തിലെ റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, ഹോസ്റ്റലുകൾ, മെസ്സ് ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ എൻട്രൻസ് കോച്ചിങ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ മറ്റൊരർത്ഥത്തിൽ കോട്ട പട്ടണത്തിൻ്റെ വളർച്ചയും നിലനിൽപ്പും എൻട്രൻസ് കോച്ചിങ്ങുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനു പുറമെ ഡൽഹി, പാറ്റ്ന, ഇൻഡോർ, ഹൈദരാബാദ് തുടങ്ങിയ മറ്റ് പല നഗരങ്ങളിലും ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കേന്ദ്രങ്ങളായി ആ നഗരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കോച്ചിങ് ഭീമന്മാർ തങ്ങളുടെ ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥികളെ പ്രദർശിപ്പിക്കുന്ന 1-ാം പേജ് പത്രപരസ്യങ്ങൾ, അതിപ്പോൾ നിരോധിച്ചിട്ടുണ്ട്, എന്നാൽ പോലും പരസ്യങ്ങളുണ്ടാവും, ബിൽബോർഡുകളുണ്ടാവും, ഡിജിറ്റൽ ക്യാമ്പയിനുകൾ എന്നിങ്ങനെ നൂതനവും ശക്തവുമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വഴി രക്ഷകർത്താക്കളിലും കുട്ടികളിലും തങ്ങൾ പിറകിലായി പോകുമോ എന്ന ഒരു ഭീതിയും ആദിയും ഉത്കണ്ഠയുമൊക്കെ, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ, അത് ജനിപ്പിക്കുന്നതിൽ വളരെയധികം വിജയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ ചേരാതെ ഒരു വിദ്യാർത്ഥിക്ക് നീറ്റ് വിജയകരമായി പാസ്സാകാൻ കഴിയില്ലെന്ന ഒരു വ്യാപകമായ ധാരണ സൃഷ്ടിക്കപ്പെടുകയാണ് കുട്ടികളുടെ മനസ്സിൽ, രക്ഷകർത്താക്കളുടെ മനസ്സിലൊക്കെ. ഇതിനു പുറമെ താങ്ങാനാവുന്ന ഫീസിൽ ഇൻ്റർനെറ്റ് ആക്സസ് ഇപ്പോൾ ലഭ്യമായി പുതിയത്. ഈ ബിസിനസ് വിജയകരമായി ഓൺലൈൻ മോഡലുകൾ, ഇതിൻ്റെ ബിസിനസ്സുകളുണ്ടായി. അപ്പോൾ ഓൺലൈൻ മോഡലുകളിലേക്കും ഇത് വ്യാപിച്ചു. അപ്പോൾ എന്താ പറഞ്ഞാൽ ഓവർ ഹെഡ് എക്സ്പെൻസ് കുറയുമ്പോൾ അതിൻ്റെ ഫീസ് കുറയും. കുറഞ്ഞ നിരക്കിൽ ഡിജിറ്റൽ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുമ്പോൾ വിദൂര സ്ഥലങ്ങളിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് താഴ്ന്ന ഇടത്തരം വരുമാനക്കാരായ വിദ്യാർത്ഥികളും കൂടി ഇവരുടെ പിടിയിലേക്ക് വരികയാണ്. ഇതാണ് നീറ്റ് പരീക്ഷയുടെ ഈ ചെറിയ വലിയ ലോകം എന്ന് പറയുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ. നമസ്കാരം.